ഇപ്പോൾ അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, അങ്ങനെ PV അൻവർ പാണക്കാട് എത്തിയിരിക്കുകയാണ്. UDF-ലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് വേണം കരുതാനല്ലേ? അരുൺ, തീർച്ചയായും അപ്പോൾ പാണക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബുകളുടെ വസതിയിലേക്കാണ് ഇപ്പോൾ PV അൻവർ MLA എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ UDF നേതാക്കളുമായുള്ള ആദ്യത്തെ PV അൻവറിൻ്റെ കൂടിക്കാഴ്ച എന്നീ ഘട്ടത്തിൽ പറയേണ്ടി വരും. മുസ്ലിം ലീഗ് നേതാക്കളും ജില്ലാ നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ സാദിഖ് തങ്ങളും PV അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം കാരത്തോട് ഉള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലും PV അൻവർ സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. UDF-ലേക്കുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടിയായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെയാണ് PV അൻവർ UDF-ലേക്ക് ചെക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്ത ആദ്യം പുറത്തേക്ക് വരുന്നത്. പിന്നീട് അതിനുശേഷം ചില നാടകീയമായ രംഗങ്ങളുണ്ടാകുന്നു. PV അൻവറുടെ അറസ്റ്റ് ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവറിന് വേണ്ടി പരസ്യമായി ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ സംശയിച്ചു നിന്നിരുന്ന UDF നേതൃത്വം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഒക്കെ തന്നെ പിന്നീട് PV അൻവറിന് പരസ്യ പിന്തുണമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ അറസ്റ്റ് തന്നെ UDF-ലേക്കുള്ള PV അൻവറിൻ്റെ പ്രവേശനത്തിന് വേഗത കൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ പിന്നീട് PV അൻവർ പരസ്യമായി തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇക്കാര്യം സമ്മതിക്കുന്നു. അൻവറുമായുള്ള ആശയവിനിമയം നടന്നു. അതുപോലെ തന്നെ UDF യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ PV അൻവർ UDF നേതൃത്വത്തിന് നന്ദി പറയുന്നു. സാദിഖ് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾക്കും VD സതീഷിനടക്കമുള്ള ചെന്നിത്തലയും സുധാകരനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അത്തരത്തിലൊരു ബന്ധം അവിടെ തന്നെ ഉടലെടുത്തിരുന്നു. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും UDF-ലേക്ക് ഇനി തന്നെ എടുത്തില്ല എങ്കിൽ പോലും അക്കാര്യം പ്രവേശനം UDF തീരുമാനിക്കേണ്ടത്. പക്ഷേ ഉണ്ടായാലും ഇല്ലെങ്കിലും താൻ ഇപ്പോൾ തന്നെ ഒരു UDF പ്രവർത്തനമായി കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു PV അൻവറുടെ പ്രഖ്യാപനം. അത്തരം പ്രഖ്യാപനം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ PV അൻവർ പാണക്കാട്ടേക്ക് എത്തിക്കുന്നത്. അത് പാണക്കാട് മുസ്ലിം ലീഗ് നേതാക്കളുടെ കൂടി അനുമതിയോടുകൂടി PV അൻവർ പാണക്കാട്ടേക്ക് എത്തുമ്പോൾ കൃത്യമായി UDF-ലേക്കുള്ള PV അൻവറുടെ വാതിൽ തുറന്നിട്ട് PV അൻവർ UDF-ലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ അതിൻ്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായി വായിക്കുമ്പോൾ അതിൽ PV അൻവർ UDF ക്യാമ്പിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിൻ്റെ ഒരു ചവിട്ടുപടിയായി തന്നെ ഈ കൂടിക്കാഴ്ച നമ്മൾ വിലയിരുത്തുന്നുമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് തന്നെയാണ് PV അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിൽ വലിയൊരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു. കോൺഗ്രസ് നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് നിലനിൽക്കുമ്പോൾ പോലും ശക്തമായ ഒരു സമ്മർദ്ദമായി പ്രവർത്തിച്ചത് ലീഗ് നേതൃത്വം തന്നെയാണ്. അത്തരത്തിൽ സമ്മർദ്ദം തുടരുന്നിടെയാണ് ഇപ്പോൾ ലീഗ് നേതാക്കളെ കാണുന്നതിന് വേണ്ടി PV അൻവർ പാണക്കാട്ടേക്ക് എത്തുന്നത്. ആദ്യം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിലേക്കാണ് PV അൻവർ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സാദിഖ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലേക്കും PV അൻവർ എത്തും. വൈകാതെ തന്നെ UDF-ന്റെ മറ്റ് നേതാക്കളെ കൂടി കാണുമെന്നുള്ളതാണ് അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തന്നെയാണ് PV അൻവർ തീരുമാനം. അത്തരത്തിൽ പ്രാഥമികമായിട്ടുള്ളൊരു അനുമതി അവരോട് അൻവർ തേടിയിട്ടുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ PV അൻവർ പ്രവേശനത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പുലർത്തിയിരുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. VD സതീശൻ്റെ നിലപാട് തന്നെ അതിൽ നിർണായകമാവുകയും ചെയ്തിരുന്നു. UDF ചെയർമാൻ കൂടിയായിട്ടുള്ള VD സതീശൻ താൻ അറിയാതെ ഒരിക്കലും അത്തരത്തിൽ ഒരു മുന്നണി പ്രവേശനം നടക്കില്ല, അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച നടക്കില്ല, അത്തരത്തിൽ ആരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ വീണ്ടും PV അൻവർ തന്നെ VD സതീഷിനെ വിളിച്ച് സംസാരിച്ച കാര്യവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. VD സതീഷിന് തനിക്ക് നൽകിയ പിന്തുണയിൽ നന്ദി അറിയിച്ചു. മാത്രമല്ല PV അൻവറും VD സതീഷിനും നേരത്തെ ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ഒരു ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അരുൺ ഇപ്പോൾ പാണക്കാട് സാദിഖ് തങ്ങളും PV അൻവർ MLA-യും ഹസ്തദാനം ചെയ്യുകയാണ്. അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം PV അൻവർ ഒരു UDF ക്യാമ്പിലുള്ള ഒരാളുമായി ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ PV അൻവർ കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ പ്രതികരണം കൂടി വൈകാതെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണം കേൾക്കാം, അവർ സംസാരിക്കുന്നത്.